ഞാൻ കരുതി അച്ഛനാവാൻ പോവാന്നറിയുമ്പോ അരുൺ സന്തോഷത്തോടെ എന്നെ കെട്ടിപ്പിടിക്കുമെന്ന്. ഐശ്വര്യ, നീ പ്രഗ്നന്റ് ആണെന്ന് ആരാ പറഞ്ഞേ? അരുൺ കുറച്ചു ദിവസമായിട്ട് വല്ലാത്ത മനം പുരട്ടല്, ഛർദി. അമ്മയും അമൃതേർത്തിയും അപ്പോഴേ സംശയം പറഞ്ഞതാ. ഞാനത് കാര്യമാക്കിയില്ല. അതാ അരുണോട് പറയാതിരുന്നത്. പിന്നെ സംശയം തീർക്കാലോ എന്ന് കരുതി ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് നടത്തി. അപ്പോഴാ ഈ സന്തോഷ വാർത്ത അറിയുന്നേ. സ്കാനിംഗ് റിപ്പോർട്ട് കണ്ടിട്ട് അമ്മയ്ക്കും അമൃതേടത്തിക്കും എല്ലാവർക്കും സന്തോഷായി. അതിന്റെ മധുരവിതരണവും സന്തോഷവാ അരുൺ വന്നപ്പോ കണ്ടത്. അരുണിനോട് ഇക്കാര്യം ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടാ അപ്പോ അവരാരൊന്നും പറയാതിരുന്നേ. നമ്മുടെ രണ്ടാളുടെയും ജീവിതത്തില് ഏറ്റവും സന്തോഷമുള്ള കാര്യമല്ലേ ഇത്? അപ്പൊ ഇത് എനിക്ക് തന്നെ അച്ഛനാവാൻ പോകുന്ന ആളോട് നേരിട്ട് പറയണമെന്ന് കരുതി. ഇത് കേട്ടപ്പോ അരുണ് സന്തോഷായില്ലേ? അതെ. അരുണിന്റെ കുഞ്ഞ എന്റെ വയറ്റിൽ കിടക്കുന്നേ. അതറിഞ്ഞിട്ട് അരുൺ സ്നേഹത്തോടെ ഒന്നും പറഞ്ഞില്ല. ചേർത്ത് പിടിച്ച് ഒരു മുത്തം ഞാൻ പ്രതീക്ഷിച്ചു. ശരി, ഞാൻ വരാം. അങ്ങനെ വെറുതെ വിടില്ലാരോ. ഈ ഇല്ലാ ഗർഭം വെച്ച് ഞാൻ നിന്നെ വട്ടം കറക്കും. അരുൺ ഒരച്ഛനാവാൻ പോവാ. ഒരു പുതിയ ആള് നമ്മുടെ ജീവിതത്തിൽ എത്താൻ പോവാരും. നമ്മുടെ പൊന്നോമന കുഞ്ഞ്. അരുൺ പറയൂ. സോറി സാർ, രാത്രി ബുദ്ധിമുട്ടിക്കേണ്ടി വന്നതിന്. സാരമല്ല, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമല്ലേ. പറയൂ. അത് ഒരു പ്രോബ്ലം ഉണ്ട് സാർ. എന്താ, ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തപ്പോൾ ഐശ്വര്യ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അല്ല സാർ, ഞാൻ ഡിവോഴ്സ് നോട്ടീസ് ഐശ്വര്യയ്ക്ക് കൊടുക്കാനിരുന്നതാ. അപ്പോഴാണ് അറിയുന്നത് ഐശ്വര്യ പ്രഗ്നൻ്റ് ആണെന്ന്. അതെയോ? ടെസ്റ്റ് റിപ്പോർട്ടെല്ലാം ഉണ്ട്, പ്രഗ്നൻ്റാ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അയ്യോ അരുൺ, അത് പ്രശ്നമാണല്ലോ. പ്രത്യേകിച്ച് ഭാര്യ പ്രഗ്നൻ്റായ ഈ അവസ്ഥയിൽ ഡിവോഴ്സ് കിട്ടാൻ വലിയ പ്രയാസമാണ്.